ബി.ജെ.പിയുടെ തമിഴ്നാട് അധ്യക്ഷനായിരുന്ന അണ്ണാമലൈ എവിടെയാണിപ്പോൾ? അണ്ണാമലയെക്കുറിച്ച് ഓരോ ദിവസവും ഓരോ വാർത്തകളാണ്. കഴിഞ്ഞ ദിവസം കുറേ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പറയുന്നത് കേട്ടു, ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറി അണ്ണാമലയ്ക്ക് അഭിവാദ്യങ്ങൾ. പുതിയ ബി.ജെ.പി അധ്യക്ഷൻ വന്നതിന് ശേഷം ഭാരവാഹികളുടെ പ്രഖ്യാപനമൊന്നും നടന്നിട്ടില്ല. ഇനിയിപ്പം ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് അണ്ണാമലൈ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ വരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അണ്ണാമലൈ ബി.ജെ.പി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ വന്നത്. പക്ഷേ അതിന് തൊട്ടുമുമ്പ് വന്നത് എന്താ? അണ്ണാമലൈ ബി.ജെ.പി വിടുന്നു. അണ്ണാമലൈ ബി.ജെ.പി വിടുന്നു എന്ന് പറയുന്ന വാർത്തയ്ക്ക് പിന്നിൽ ഒരു വസ്തുത ഉണ്ട് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വാർത്ത വിട്ട ആളുകൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ കൂടെ പൊടിപ്പും തൊങ്ങലും ചേർത്തു. അതായത് തമിഴ്നാട് ഇലക്ഷന് ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ നയിനാർ നാഗേന്ദ്രൻ 6 മണ്ഡലങ്ങളുടെ ചുമതല അണ്ണാമലയെ ഏൽപ്പിച്ചു. അണ്ണാമലൈ പറഞ്ഞു, എനിക്ക് വയ്യ, എൻ്റെ അച്ഛന് സുഖമില്ല, അച്ഛനെ നോക്കണം, പിതാവിൻ്റെ ചികിത്സ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അച്ഛനെ പരിചരിക്കേണ്ടതുള്ളതുകൊണ്ട് എന്നെ ഈ മണ്ഡലങ്ങളുടെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അതിനെ പെട്ടെന്നെങ്കിൽ വ്യാഖ്യാനിച്ചത് വളരെ പെട്ടെന്ന് അണ്ണാമലയെ മാറ്റിയിട്ടാണ് നയിനാർ നാഗേന്ദ്രനെ കൊണ്ടുവന്നത്. അപ്പോൾ അണ്ണാമലൈ ബി.ജെ.പി അധ്യക്ഷനായതിനു ശേഷം ഒരു ദിവസം പോലും സമാധാനത്തോടെ ഇരുന്നിട്ടില്ല. കാരണം അണ്ണാമലൈ നടപ്പായിരുന്നു. തമിഴ്നാട്ടിലെ ഓരോ ഗ്രാമങ്ങളും നഗരങ്ങളും നടന്നു കണ്ട് കീഴടക്കി ബി.ജെ.പിയുടെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് അശ്രാന്തം പണിയെടുത്തു അണ്ണാമലയെ സംബന്ധിച്ച് പോലീസ് IPS ഓഫീസറായിരിക്കെ മോദി വിളിച്ചു കൊണ്ടുവന്ന ആളാണ്. അതുകൊണ്ട് അണ്ണാമലൈ നരേന്ദ്രമോദി വഴികളയൊന്നുമില്ല. ഒരു കർഷകൻ്റെ മകനായിട്ട് വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വന്ന അണ്ണാമലൈ വലിയ തോതിൽ ബി.ജെ.പിക്ക് ഒരു മൊമെൻ്റം ഉണ്ടാക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു. ബി.ജെ.പിയുടെ വോട്ടിംഗ് ഷെയർ വലിയ തോതിൽ കൂടി. 1-1.5% ഉണ്ടായിരുന്ന പാർട്ടി വലിയ കുതിച്ചുകയറ്റം നടത്തി. എന്നാൽ പോലും അണ്ണാമലൈ എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ ഒരു മുന്നണിയിലും ഇല്ല, പാർട്ടി കെട്ടിപ്പടുക്കുക, DMKയും AIADMKയും അല്ലാതെ ബദലായിട്ട് വളരുക എന്ന ഒരാശയമുണ്ടായി. അങ്ങനെയാണ് NDAയിൽ നിന്ന് AIADMK വിട്ടുപോയി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റില്ല, പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു നിലപാടെടുത്താണ് അണ്ണാമലൈ മുന്നോട്ട് പോയത്. പക്ഷേ അണ്ണാമലൈ ഇടയ്ക്ക് വെച്ചിട്ട് മാറ്റി കേന്ദ്ര നേതൃത്വം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട് വളരെ സെൻസിറ്റീവായ സംസ്ഥാനമാണ്. നമുക്കറിയാം, ഇപ്പം രാജ്യത്തെ എല്ലാ നിയമസഭകളും ഭരണഘടന അനുസൃതമായി പോകുമ്പോൾ ദേശീയഗാനം പോലും പാടത്തില്ല. എന്തൊക്കെ പറഞ്ഞ് രാജ്യവിരുദ്ധമായ തമിഴ്നാട് വേറെയാണ്, തമിഴ്നാടിനെ വിഭജിക്കണം എന്നൊക്കെ പറയുന്ന ആശയം പരോക്ഷമായി മുന്നോട്ട് വെക്കുന്ന ഒരു സർക്കാരാണ് സ്റ്റാലിൻ്റെ സർക്കാർ. ഹിന്ദുത്വ വിരുദ്ധ സർക്കാർ എന്നത് മാത്രമല്ല, ഇന്ത്യ വിരുദ്ധമായ ആശയങ്ങൾ കുത്തിച്ചെലുത്തി പരമാവധി തമിഴ് വികാരം കത്തിജ്വലിപ്പിച്ച് വംശീയതയും പറഞ്ഞ് തമിഴ്നാടിനെ വേറൊരു രാജ്യമായിട്ടൊക്കെ മാറ്റണം എന്നുള്ള ആശയം നേരിട്ട് പറഞ്ഞാൽ അകത്ത് പോകും, സർക്കാർ വീഴും. പണ്ട് പഞ്ചാബെങ്കിൽ പഞ്ചാബ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പ്രസംഗിച്ചതിൻ്റെ പേരിൽ R. ബാലകൃഷ്ണപിള്ളയ്ക്ക് കേരളത്തിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇൻഡയറക്റ്റായിട്ട് പറയുക, ഹിന്ദി പറ്റത്തില്ല, ഹിന്ദി തെരിയാതെ പോടാ എന്ന് പറയുക, ഹിന്ദി അംഗീകരിക്കത്തില്ല, പിന്നെ ദേശീയഗാനത്തെ അംഗീകരിക്കത്തില്ല, ഗവർണറെ അംഗീകരിക്കത്തില്ല എന്നൊക്കെ ലൈനിൽ എടുക്കുന്ന ഒരു സർക്കാർ തമിഴ്നാട്ടിൽ ഉണ്ടാവുന്നത് രാജ്യരക്ഷയ്ക്ക് എത്ര ഗുണമല്ല. ആ സർക്കാരിനെ വീഴിക്കേണ്ടത് വളരെ അത്യാവശ്യമുണ്ടാവും. അപ്പോൾ ബംഗാളിൽ മമത ചെയ്യുന്നതിന് തുല്യമായ ഒരു നീക്കം തമിഴ്നാട് കേന്ദ്രീകരിച്ചുണ്ടാവുകയും അതിൻ്റെ മൊമെൻറ്റം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തമിഴ്നാട് സർക്കാരിനെ വീഴ്ത്തുക എന്നുള്ളതാണ്. അല്ലാതെ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭരണത്തിൽ വരിക എന്നതിനേക്കാളും അത്യാവശ്യം എന്ന് ഒരുപക്ഷെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി അടക്കമുള്ളവരും ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കണം AIADMK കൂടെ കംഫർട്ടബിളായിട്ടുള്ള പഴയ AIADMK മന്ത്രിയായിരുന്ന നയിനാർ നാഗേന്ദ്രനെ ബി.ജെ.പിയുടെ അധ്യക്ഷനാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കേട്ടത്, അത് കഴിഞ്ഞപ്പോൾ അണ്ണാമലൈ ഞാൻ കുറച്ച് നാളത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വിദേശത്തൊരു കോഴ്സ് പഠിക്കാൻ ചേർന്നു. അതിനുശേഷം വന്നിട്ട് അദ്ദേഹത്തെ പിന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ചുമതലകളില്ലാത്തതുകൊണ്ട് അദ്ദേഹം അത്ര സജീവമല്ല. എന്നാൽ പോലും അണ്ണാമലയുടെ ഓരോ വാക്കും ഓരോ നോക്കും ഓരോ സാന്നിധ്യവും വാർത്തയാവാറുണ്ട്. അപ്പോൾ അണ്ണാമലൈ ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ സിംഗിൾ പെൻഗിൻ എന്ന തരത്തിൽ നിൽക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാണെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ഒരാൾ. അതാണ് സിംഗിൾ പെൻഗിൻ എന്നുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം. ആ സിംഗിൾ പെൻഗിൻ പ്രയോഗം അണ്ണാമലൈ നടത്തിയപ്പോൾ അത് വലിയ വാർത്തയായി. അണ്ണാമലൈ നേതൃത്വത്തോട് കലഹിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അണ്ണാമലൈ എനിക്ക് ഈ 6 മണ്ഡലങ്ങൾ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അണ്ണാമലൈ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ജോലിയും ഞാൻ ചെയ്യും. ഇപ്പോൾ താൽക്കാലികമായി എൻ്റെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടാണ്. അടുത്ത ക്ലോസ് ഉണ്ട്. അടുത്ത ക്ലോസ് പറയാതെയാണ് 6 മണ്ഡലങ്ങളിൽ നയിനാർ നാഗേന്ദ്രനെ ഏൽപ്പിച്ചു. അണ്ണാമലൈ ഏറ്റില്ല. അണ്ണാമലൈ ഗൗണ്ടർ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഈ നയിനാർ നാഗേന്ദ്രൻ തേവർ വിഭാഗമാണ്. രണ്ട് കൂട്ടരും രണ്ട് സംസ്ഥാനത്തിൻ്റെ കൊങ്ങുനാടിൽ ഏറ്റവും കൂടുതലുള്ളത് ഗൗണ്ടർമാരാണ്.
അപ്പോൾ കോയമ്പത്തൂർ അടക്കമുള്ള മേഖലകളിൽ അണ്ണാമലയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. നയനാർ നാഗേന്ദ്രൻ ഈ പറഞ്ഞ കന്യാകുമാരി അടക്കമുള്ള തിരുനെൽവേലി ഭാഗത്തൊക്കെ വലിയ സ്വാധീനമുള്ള തേവർ വിഭാഗത്തിൻ്റെ വലിയ അംഗീകാരമുള്ള നേതാവാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ജാതി ഒരു വലിയ ഘടകമാണ്. ഇപ്പോൾ ജാതീയമായ വിവേചനം തമിഴ്നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലുണ്ട്. നമ്മളീ പറയുന്ന പോലെ സവർണ ജാതിക്കാർ, പിന്നാക്ക, ദളിത് വിഭാഗങ്ങളെ പീഡിപ്പിക്കുന്നു എന്നാണല്ലോ നമ്മൾ കേൾക്കാറുള്ളത്. തമിഴ്നാട്ടിലെ സ്ഥിതി വേറെയാണ്. തമിഴ്നാട്ടിൽ ദളിത് വിഭാഗങ്ങളെ പീഡിപ്പിക്കുന്നത് OBC-കാരാണ്. അതെ, മനസ്സിലായില്ലേ? കേരളത്തിലെ ഈഴവരെയൊക്കെ പോലെയുള്ള സമുദായങ്ങളാണ് അവിടെ ദളിതരെ മാറ്റി നിർത്തുന്നത്. ഇതാണ് വലിയൊരു വൈരുദ്ധ്യം. അപ്പോൾ കേരളത്തിൽ കാണുന്ന ഒരു ജാതി വ്യവസ്ഥയല്ല, ബ്രാഹ്മണിക്കൽ ഹെജിമണിയൊന്നും അല്ല തമിഴ്നാട്ടിലുള്ളത്. അവർണ സംഘടന വർണ്ണ അങ്ങനെ വേണം പറയാം. അതാണ് ഒരു വ്യത്യാസം. അപ്പം നമ്മൾ ജാതീയമായ വിവേചനം എന്ന് പറയുമ്പോൾ പിന്നോക്ക ദളിത് ഐക്യം എന്നൊക്കെ കേരളത്തിൽ പറയാം, അവിടെ പറ്റില്ല. അപ്പോൾ ഇത്രയും കാലം ഇപ്പോൾ ദ്രാവിഡ മുന്നേറ്റ ഘടകവും അഖിലേന്ത്യാ ദ്രാവിഡ മുന്നേറ്റ ഘടകം ADMK ആണല്ലോ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര കാലമായിട്ടും ദ്രാവിഡ രാഷ്ട്രീയം പറയുന്ന കക്ഷികൾ മാറി മാറി, കാമരാജിന് ശേഷം കോൺഗ്രസിൻ്റെ സർക്കാരൊന്നും വന്നിട്ടില്ല, ഇങ്ങനെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇപ്പോഴും ജാതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദ്രാവിഡ രാഷ്ട്രീയം പരാജയപ്പെട്ടു എന്നാണ്, അല്ലേ? ദ്രാവിഡ രാഷ്ട്രീയം സർവാത്മന സ്വീകരിക്കപ്പെടുകയും അതാണ് തമിഴ്നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചാലകശക്തിയുമെങ്കിൽ ഈ ജാതിയുടെ പേരിലുള്ള പിന്നാക്ക ദളിതർക്ക് വേറെ ചായക്കട എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഇപ്പോഴും തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിലും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് എന്തുകൊണ്ടാണ് ഇല്ലാതാക്കാൻ ദ്രാവിഡ പാർട്ടികൾക്ക്, ദ്രാവിഡ ആശയങ്ങൾ കഴിയാതിരുന്നത്? അവരമ്മയെ പരാജയപ്പെട്ടു പോയി. ദ്രാവിഡ രാഷ്ട്രീയ പിന്നെ ദ്രാവിഡ പാർട്ടികളുടെ തലപ്പത്ത് വന്ന ആരാ? ജയലളിത ബ്രാഹ്മണായിരുന്നു. ബ്രാഹ്മണ സ്ത്രീയാണ് ദ്രാവിഡ പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്നത്. എന്തൊരു വിരോധാഭാസമാണ്, അല്ലേ? കോഴികളുടെ സർക്കാരിന് കുറുക്കൻ നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ വലിയ തമിഴ്നാട് ഈ പിടികിട്ടാത്ത, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത രാഷ്ട്രീയ സമവാക്യങ്ങളും രാഷ്ട്രീയ ഫോർമുലകളും തീരുമാനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിലെ ഇലക്ഷൻ വളരെ സങ്കീർണമാണ്. ഇപ്പോൾ പിന്നെ ഈ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യും എന്നൊരു നിലപാട് അണ്ണാമലയ്ക്കുണ്ട്. അത് ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അണ്ണാമലയെ സംബന്ധിച്ച് ഇപ്പോൾ അണ്ണാമലയെ ഒഴിവാക്കിയത് ഈ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടിനെ ദേശീയധാരയിൽ ചേർത്ത് നിർത്താൻ ഇപ്പോൾ ഭരണത്തിൽ നിന്ന് DMKയെ ഒഴിവാക്കുക എന്നുള്ള ഒരാശയത്തിൻ്റെ ഭാഗമായിട്ട്. അത് അണ്ണാമല എടുക്കുന്ന നിലപാടിനോട് വിയോജിപ്പുള്ളതുകൊണ്ടൊന്നുമല്ല. അണ്ണാമല ആണ് തമിഴ്നാട്ടിൽ BJPക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ നേതാവ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു BJP അധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു അണ്ണാമല. മാത്രമല്ല തമിഴ്നാട്ടിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദിയൊക്കെ വരും. അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ അണ്ണാമല തന്നെയായിരിക്കും. കാരണം നയനാർ നാഗേന്ദ്രൻ BJP അധ്യക്ഷനാണെങ്കിലും ആളുകൾക്കിടയിൽ ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ളത് അണ്ണാമലയ്ക്കാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് അണ്ണാമല ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അത് മാത്രമല്ല, നരേന്ദ്രമോദി കൈപിടിച്ചു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന IPS ഉപേക്ഷിച്ച് വന്ന ഒരാൾ പണ്ട് എനിക്കിതൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോയി കൃഷി ചെയ്യും എന്ന് അണ്ണാമലയെ പറഞ്ഞിട്ടുണ്ട്. അണ്ണാമലയെ പക്ഷേ ആ കൃഷിക്കല്ല, രാഷ്ട്രീയ കൃഷിക്ക് വേണ്ടിയിട്ടേ നരേന്ദ്രമോദി ഉപയോഗിക്കുള്ളൂ. നരേന്ദ്രമോദി അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത ആളുകളൊക്കെ ഒന്നാം തരം കൃഷിയാണ്. ജയശങ്കർ അല്ലേ, IAS-കാരനാണ്. അശ്വിനി വൈഷ്ണവ് സിവിൽ സർവീസിൽ നിന്ന് വന്ന ആളാണ്. അവർ ഇന്ത്യയിലെ റെയിൽ വികസനം, വിദേശകാര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ ഏറ്റവും എക്സലൻ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. മോദിയുടെ തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ NSA അജിത് ഡോവൽ റിട്ടയർമെൻറ്റിന് ശേഷം വീട്ടിലിരുന്ന ആളെ നരേന്ദ്രമോദി പിടിച്ചുകൊണ്ട് വന്നിട്ട് ദേശീയ സുരക്ഷാ അധ്യക്ഷനാക്കിയതോടെ ഇന്ത്യയുടെ പ്രതിരോധ രംഗം, ആഭ്യന്തര രംഗം ആകെ അടിമുടി മാറി. ഒരു വല്ലാത്തൊരു വൈബ് ഉണ്ടാകുന്നു. നമ്മൾ ഭയങ്കര ഡിഫെൻസീവിൽ നിന്ന് നമ്മൾ ഒഫൻസീവിലേക്ക് മാറി. ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡേ മാറി. ഇന്ത്യയുടെ വിദേശ നയത്തിന് മാത്രമല്ല, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പല്ലും നഖവും വന്നു തുടങ്ങി. അപ്പോൾ വലിയ മാറ്റമാണ്. അപ്പോൾ അങ്ങനെ അണ്ണാമലയെ കണ്ടെത്തിയ നരേന്ദ്രമോദിയാണെങ്കിൽ അതിനുള്ള അനുസരിച്ചുള്ള ചുമതലകളുണ്ടാവും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലയുടെ പങ്കെന്താണെന്ന് വെച്ചാൽ അണ്ണാമലയെ തമിഴ്നാട്ടിലെ വലിയ പ്രചാരകനായിരിക്കും. ഇപ്പോൾ എന്തായാലും BJPയുടെ പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷം പാർട്ടി സംഘടനയെ പുനഃസംഘടിപ്പിക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും അടുത്ത് വരും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ അണ്ണാമലയെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുണ്ടാവും. ഒരുപക്ഷെ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മന്ത്രിസഭയുടെ പുനഃസംഘടനയിൽ അണ്ണാമലയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാലും അത്ഭുതത്തിന് വകയില്ല. അണ്ണാമല എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ അണ്ണാമല BJPയിലുണ്ട്. അണ്ണാമല എവിടെയുണ്ടെന്ന് വീണ്ടും ചോദിച്ചാൽ അണ്ണാമലൈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹൃദയത്തിലുണ്ട്. ഒരു തർക്കവുമില്ല. അണ്ണാമലയുടെ രാഷ്ട്രീയം അവസാനിച്ചു, ഇനി അണ്ണാമലയില്ല എന്നൊക്കെ പറയുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്താണ്. അണ്ണാമലൈ അതിശക്തമായ സാന്നിധ്യമായി ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്ന ആളാണ്. BJPയുടെ
അടുത്ത ജനറേഷൻ ഈ പറഞ്ഞ പോലെ തേജസ്വി സൂര്യയും ശോഭാ കരന്തലജയും അണ്ണാമലയും ഇവയൊക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം ബി ജെ പിക്കുണ്ട്. അതിൽ നിർണായകമായ പങ്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വഹിക്കാൻ പോകുന്ന ആളാണ് അണ്ണാമലൈ. അപ്പോൾ അണ്ണാമലയെ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. പറയുക അണ്ണാമലൈ ഇവിടെയൊക്കെ തന്നെയുണ്ട്, അണ്ണാമലൈ എവിടെ ഇരിക്കണമെന്ന് അണ്ണാമലയെ വിളിച്ചു കൊണ്ടുവന്നവർക്കറിയാം. അത് എന്താണെന്ന് വൈകാതെ നമ്മൾ അറിയുകയും ചെയ്യും. അപ്പോൾ അണ്ണാമലയുടെ കാര്യം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ അറിവിലേക്കാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. അവരോട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ ചാനൽ കാണാൻ മറക്കരുത്. ചാനൽ കണ്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് തന്നെ ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ ലോഗോയിലൊന്ന് വിരലമർത്തി ചാനലിൻ്റെ പേജിലേക്ക് പോയി ആ ബ്ലൂ നിറത്തിലുള്ള ഒരു ബാർ അവിടെ കാണാം, അവിടെ ഒന്ന് വിരലമർത്തി തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബറായിട്ട് നിങ്ങൾ മാറും. എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷൻ വരും. ഉറപ്പായിട്ടും ചെയ്യണം.